സ്കാൽ സൂപ്പർ ഇമ്പോസിഷൻ അല്പം ഔട്ട്ഡേറ്റഡ് ആണ്. പക്ഷേ ഈ ഒരു കേസിൽ ഫർദർ ക്ലൂസ് ഇല്ലാത്ത സ്ഥിതിക്ക് വി വിൽ ഗിവ് ഇറ്റ് എ ട്രൈ. ശരി, വിൽ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഷുവർ സർ. മോള് കുളിച്ച് റെഡിയായി വരുമ്പം ആൻറ്റി മോക്ക് പാലെടുത്ത് വെക്കാം കേട്ടോ. എന്തിനാ മോളെ കിണറ്റിലെത്തി നോക്കുന്നേ? ഇങ്ങോട്ട് വാ. നേരെ ചൊവ്വേ വളർത്തില്ലെങ്കിൽ ഇതാ കുഴപ്പം. അടങ്ങി ഇവിടെ നിന്നോണം. ചിന്നൂന് പാലെടുക്കുവാണേ. എനിക്ക് പാല് വേണ്ട, എനിക്ക് ഐസിട്ട ജ്യൂസ് മതി. തണുത്തത് കഴിച്ച് ജലദോഷം പിടിപ്പിച്ചിട്ട് എനിക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് വഴക്ക് കേൾപ്പിക്കാനല്ലേ? ഐസിട്ട ജ്യൂസ് മതി. ആ ജ്യൂസ് എങ്കിൽ ജ്യൂസ്. മഹേഷ്, സോറി സർ, നോ ഹോ. ഇതിലാരും നമ്മുടെ വിക്ടിമല്ല. എല്ലാം മിസ്മാച്ചാ. അപ്പൊ ഇനി എന്ത് ചെയ്യും? അത് ഒരു ഫോറൻസിക് ആന്ത്രപ്പോളജിസ്റ്റിന്റെ ഹെൽപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ സ്കള്ളിന്റെ ഫേസ് ഡിജിറ്റലി റീകൺസ്ട്രക്ട് ചെയ്യാൻ നോക്കിയാലോ? കോമൺ പ്രൊസീജിയർ അല്ലാത്തതുകൊണ്ട് കുറച്ച് സമയമെടുക്കും. Okay, go ahead. Let's try that then. ഓക്കെ. Yeah. ഹലോ ഹലോ, ഞാൻ ചിന്നൂട്ടിയാ. ഹലോ ഹലോ, ഞാൻ ചിന്നൂട്ടിയാ. ചിന്നു, മതി കളിച്ചത്, നിർത്തിക്കേ. സമയം എത്രയായിന്നാ? 2 മിനിറ്റ്. മതി, 1 മിനിറ്റും ഇല്ല. ഇങ്ങതാ തന്നെ. കിടന്നു. അമ്മ തണുക്കണില്ല. AC 19. നിനക്ക് തണുക്കുന്നില്ലെങ്കിൽ നീ പുതയ്ക്കണ്ട. എന്താ മോളെ?
ചേച്ചി ഇവിടെ എന്തെടുക്കുവാ? മോളെ, ഞാൻ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ എൻ്റെ ദേഹത്താരെ വെള്ളം തളിച്ച പോലെ ഞാൻ നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. ആ പേങ്ങലടിച്ചുള്ളൊരു കരച്ചിൽ കേട്ട് ശ്രദ്ധിച്ചപ്പോൾ ഒരു പെൺകൊച്ചിൻ്റെ കരച്ചിലാ. നട്ടപ്പാതിരിക്ക് ഒരു വട്ട്. അയ്യോ അല്ല മോളെ, ഞാൻ കേട്ടതാ. ദാ അടുക്കള ഭാഗത്തുനിന്ന്. ഈ വീടിനെന്തോ കുഴപ്പമുണ്ട് മോളെ. ആർക്കും എന്താ പ്രശ്നം എന്നൊക്കെ നേരം വെളുത്തിട്ട് തീരുമാനിക്കാം. അത് പിന്നെ ഒന്നും പറയണ്ട, ആ മുറി തുടച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങ്. മിസ്സിംഗ് കേസസിൻ്റെ ലിസ്റ്റ് ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ടുണ്ട് സാർ. ഇതുവരെ ഇങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും SHOമാരോട് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും കേസ് മിസ്സായെന്ന് നോക്കാൻ. പിന്നെ ട്രേസ് ചെയ്തവരുടെയും മരണപ്പെട്ടവരുടെയും ഒക്കെ ലിസ്റ്റ് ഞാനൊന്നും കൂടെ നോക്കിയായിരുന്നു സർ. എടോ, നമ്മുടെ ഈ വിക്ടിം കേരളത്തിന് പുറത്തുള്ള ആളാണെങ്കിലോ? അങ്ങനെ വരാനും ചാൻസ് ഉണ്ട് സാർ. കാരണം നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുപാട് പേര് പുറത്തുള്ള ആൾക്കാരല്ലേ. സാർ, സാറിനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. വിസിറ്റേഴ്സിനെ അലോ ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ? സാറിനെ ഇപ്പോൾ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞതാ. അപ്പോൾ പരിചയമുള്ളതാ, കണ്ടിട്ടേ പോളൂ എന്ന് പറയുന്നു. ആൾ ഇത്തിരി ഫിറ്റാണ്. ചന്ദ്രവാനെന്നോ അങ്ങനെ എന്താണ് സാർ പറഞ്ഞത്? പണ്ട് അയ്യപ്പണ്ണൻ അരിസ്റ്റൻഷനിലെ ലോഡ്ജിലിരുന്ന് പാടിയതാ. കരളു പങ്കിടാൻ വയ്യൻ്റെ പ്രേമമേ, പകുതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ. ഈ വരുന്നാരെന്നറിയോ? ഈ ഉലകത്തിൽ എനിക്ക് രക്തബന്ധമുള്ള ഏക മനുഷ്യൻ എന്നെ അനന്തരവൻ. വാ വരുമോനെ, ഇരിക്ക് വാ. ഇത് നടക്കത്തില്ല കേട്ടോ. ഏ ഈ എവിടെയെങ്കിലും പോയി അടിച്ച് ബോധം പോകുമ്പോൾ എൻ്റെ കെയർ ഓഫ് പറയുന്ന പരിപാടി നിർത്തിക്കണമെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. എടാ, ഈ ലോകത്ത് എനിക്ക് നിന്റെ കെയർ ഓഫ് അല്ല വേറെ ആരുടെ കെയർ ഓഫാണ് ഉള്ളത്. ഈ ലോകത്ത് നിനക്ക് രക്തബന്ധമുള്ളത് ഞാൻ മാത്രമല്ലടാ മോനെ. ഞാനൊരു സ്പിരിച്വൽ ട്രിപ്പിലാണ്, സ്വത്വം തേടിയുള്ള യാത്ര. അടുത്ത യാത്രയ്ക്ക് പിന്നെ നിന്നെ ഒന്നൊന്ന് കാണണമെന്ന് ബാറിലിരുന്നപ്പോൾ ഒരു വെളിപാട്. മോനൊരു 3000 മണീസ് തരും. ആ, എന്നിട്ട് ആ കാശ് വാങ്ങിച്ച് ഇവിടുന്ന് ഏതെങ്കിലും ബാറിലോട്ട് അവിടെ ഒരു നടിച്ച് പൂക്കുറ്റിയായി ഏതെങ്കിലും ഓടയും. അതായിരിക്കുമല്ലോ നേരത്തെ പറഞ്ഞ ആ സ്പിരിച്വൽ ജേണി. അല്ലടാ, സത്യമായിട്ട് ഞാൻ ആത്മീയതയുടെ പാതയില്ല. എന്നാലും സ്വഭാവം മറക്കാൻ പറ്റില്ലല്ലോ. ഒരു ചെറിയ പെറ്റ് കിട്ടിയടാ, അതടയ്ക്കാനാ. നീ കാശോ? എടാ, ഇടയ്ക്കൊക്കെ നീ എന്നെ വന്നൊന്ന് അന്വേഷിക്കണം കേട്ടോ. ആ, ഞാൻ എവിടെയെങ്കിലും വീണ് ചത്താലും എന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ ലോകത്ത് നീ മാത്രമേ ഉള്ളൂ. വെറുതെ ഒരു അജ്ഞാത ശവം എന്ന പേര് ദോഷം കേൾപ്പിക്കണ്ടല്ലോ. കാത്തിരിക്കാൻ ആരുമില്ല, ഓർത്തു വയ്ക്കാനൊന്നുമില്ല. എടോ, നമ്മുടെ ഈ വിക്ടിമിൻ്റെ മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലോ? അതെങ്ങനെ? അല്ല, ഒരാളെ കാണാതായാൽ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അങ്ങനെ ആരെങ്കിലും വേണ്ടേ പരാതി കൊടുക്കാൻ? ഒരു പരാതി കൊടുക്കാൻ പോലും ആരുമില്ലാത്തൊരാളാണെങ്കിലോ? യുനോ, ലൈക്ക് an orphan. മോളെ, പാവ എവിടെയാണ് വെക്കുന്നത്? ഷോക്കേഴ്സിൽ കൊണ്ടുവെക്ക്. എന്റെ കുഞ്ഞുട്ടി തണുപ്പിട്ടുണ്ട്. ഷോക്കേഴ്സിൽ വെച്ച ശ്വാസം മുട്ടും. അല്ല കുഞ്ഞുട്ടി, ഒരു കുഞ്ഞുട്ടി. കുഞ്ഞുട്ടി, എന്റെ കുഞ്ഞുട്ടി.